ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. പാർട്ട് ടൈം നിനക്ക് ഞങ്ങൾ ഹോസ്റ്റൽ ഫീൽ തരുന്നില്ലേ? ഇല്ല, കണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല, ഇങ്ങനൊക്കെ തന്നെ കഷ്ടപ്പാടൊക്കെയാണ് ഗൈസ്. ജീന എന്തോന്നും മിണ്ടാത്തെ? എനിക്കൊരു സ്പേസ് കിട്ടിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഇസ് UK. ഒരു സ്റ്റുഡൻറ്റ് UK അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആൻഡ് വാട്ട് ഓൾ തിങ്സ് യു നീഡ് ടു നോ. ഓക്കെ, സോ ദിസ് ഇസ് ജീന. ഹായ് ഗൈസ്. ഷീ ഈസ് ഡൂയിങ് മാസ്റ്റേഴ്സ് ഇൻ പ്രൊജക്ട് മാനേജ്മെന്റ്. യൂണി ഏതാണ്? യൂണിവേഴ്സിറ്റി ഓഫ് ഹാർട്ട്ഫോർഡ്. ഓക്കെ, അപ്പം ഞാനാണെങ്കിലും മിഡിൽ എക്സിലാണ് പഠിക്കുന്നത്. ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ UK വന്നിട്ട് ഐ തിങ്ക് ഞാൻ വന്നിട്ട് 2.5 മാസം കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ഒരു 3 months ആയി. ഡിസംബർ ലാസ്റ്റ് വീക്ക് ഇവിടെ വന്നതാണ്. എൻ്റെ യൂണി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് February 3rd പക്ഷെ അവരാണെങ്കിൽ ആദ്യം അറിയിച്ചത് January mid സ്റ്റാർട്ട് ചെയ്യുന്നു. അതും പറഞ്ഞ് നേരത്തെ വന്നതാ. പക്ഷേ യൂണിവേഴ്സിറ്റി ചതിച്ച് February 3rd സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം 1 month എനിക്ക് UK അതും ലണ്ടനിൽ തന്നെ ചെലവഴിക്കാൻ കിട്ടി. ആൻഡ് ഇപ്പൊ ഞാനാണ്, അത് കാരണം എനിക്ക് കുറെ പറയാനുണ്ട് നിങ്ങളോട്. ഞാനാണെങ്കിൽ എന്റെ യൂണി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വന്നത്. ബട്ട് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് നമ്മൾ എൻറോൾ ചെയ്തതിന് ശേഷമുള്ള അറ്റൻഡൻസ് ആയിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുക. ഇപ്പൊ യൂണി ആയാലും നമ്മുടെ UK VIയുടെ വിസ ആയാലും എല്ലാം നമ്മുടെ ഈ ഒരു എൻറോൾമെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ളത് മാത്രമാണ് അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാവരുടെയും മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്, പാർട്ട് ടൈം. സോ ലൈക്ക് പാർട്ട് ടൈം ഇല്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഫോർ ദോസ് ഹു ആർ തിങ്കിങ് ലൈക്ക് നമ്മൾ പാർട്ട് ടൈം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ ലോൺ എടുത്ത് വരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ലോൺ എടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും അതൊന്നും പറ്റത്തില്ല. ലൈക്ക് പറ്റും ഇഫ് യു ഗൈസ് ആർ റിയലി വർക്കിംഗ് ഹാർഡ്. എന്ന് വെച്ചിട്ട് ഇവിടെ ആരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പോൾ എന്താ പറയുക, സ്റ്റുഡൻറ് ലോൺ എടുക്കുവാണെങ്കിൽ നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റും. ഈ ബാച്ചിലേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ലോണൊക്കെ എടുത്ത് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അടയ്ക്കാൻ പറ്റും. ഒരു ഇപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്കൊരു 3 years + 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. സോ ആ ഒരു ടൈം പീരീഡിൽ അടയ്ക്കാൻ പറ്റത്തില്ല എന്നല്ല, പിന്നെ അതിന് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണമെന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ്, നമ്മൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നാലും ഞാൻ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കണം, റൂമിൻ്റെ റെൻറ്റ് അടയ്ക്കണം, ഫീസ് അടയ്ക്കണം. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു സെം എന്ന് പറയുന്നത് 6 months അല്ല, ഇവിടെ 4 months ആണ് വരുന്നത്. സോ അതൊക്കെ പെട്ടെന്ന് പോകും ഗൈസ്, പെട്ടെന്ന് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ UKയുടെ മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലണ്ടൻ അടിപൊളിയാണ്, നമുക്ക് കുറേ പ്ലേസസ് ഒക്കെ കാണാനുണ്ട്. ലൈക്ക് UK അതായത് ലണ്ടൻ എന്ന് പറഞ്ഞാല് സത്യത്തിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങാനുള്ളതേ ഉള്ളൂ. പിന്നെ ലണ്ടൻ മടുപ്പായി ഗൈസ്. കാരണം നമ്മൾ ഔട്ടറി വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടറിൽ നിന്ന് ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ വല്ലോ നമുക്ക് എൻജോയ് ചെയ്യാൻ ലണ്ടനിലോട്ടൊന്ന് വരാം. ജസ്റ്റ് ഒന്ന് കണ്ടു സന്തോഷിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ലണ്ടൻ ഓക്കെയാണ്. ഔട്ടറിന്ന് വന്ന് ലണ്ടൻ എൻജോയ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ഭംഗി. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഡെയിലി ലണ്ടനിൽ തന്നെ ഡെയിലി ഇത് കണ്ട് മടുത്തു. അതേസമയം ഈ പറയുന്ന എനിക്കിപ്പോ മടുത്തു എന്ന് പറഞ്ഞാലും ഞാൻ ഔട്ടറിൽ പോകുമ്പോ ഞാൻ പറയും, ഇതെന്തൊരു ക്വയറ്റ് പ്ലേസ് ആയി, എനിക്ക് ലണ്ടൻ. കാരണം ബിസി ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ ലണ്ടനിൽ വന്ന സമയത്ത് ഓ മൈ ഗോഡ് ലണ്ടൻ ഇസ് റിയലി ക്യൂട്ട് എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് ഡെയിലി നമ്മൾ ഒരേ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ട് മതിയായി ഗൈസ്. പക്ഷെ പിന്നൊരു കാര്യം, ലണ്ടൻ ടു എക്സ്പെൻസീവ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ എന്റെ കോളേജ് ഔട്ടറിലാ. ഞാൻ അന്നേരം ഔട്ടറിൽ പൊതുവെ ജോലി കിട്ടാൻ സാധ്യത കുറവാണെന്ന് പിന്നെ എന്റെ ഫ്രണ്ട്സ് അറിയാവുന്ന 2-3 ലണ്ടനിലുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ലണ്ടനിലോട്ട് വന്നു. കുറച്ചും കൂടെ ഒക്കെ ഡീപ്പ് റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ കോളേജിന്റെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. കാരണം 1 വർഷം നമ്മൾ എന്തായാലും 1-3 വർഷം എവിടാണോ കഴിയുന്നത് അവിടെ തന്നെ കഴിയാൻ നോക്കുക. അവിടെ ജോലി കിട്ടുകയും ചെയ്യുവാണെങ്കിൽ. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക. ഇപ്പൊ UK ആയാലും ലൈക്ക് വേറൊരു കൺട്രിയിലായാലും നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്, നല്ല കണക്ഷൻസ്. കാരണം പ്രത്യേകിച്ച് ഗേൾസിനോടായിക്കോട്ടെ ഒത്തിരി നല്ല ആവശ്യമില്ലാത്ത കണക്ഷൻസും നമുക്ക് കിട്ടും, ഗുണമുള്ള കണക്ഷനും കിട്ടും. അപ്പം
ആവശ്യമില്ലാത്ത കണക്ഷൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാവുന്ന നമ്മൾ പഠിച്ചിട്ട് വരിക. പഠിക്കാനൊന്നുമില്ല, അത് ആവശ്യമില്ലാത്തടത്ത് തലയിടാതിരിക്കും, ലൈക്ക് ദാറ്റ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല, ഡോണ്ട് ട്രസ്റ്റ് എനി ഏജൻസീസ്. അതേ എനിക്ക് പറയുള്ളൂ ഗൈസ്. ഒരു ഏജൻസിനെയും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്ന ഒന്നുമല്ല. ബിക്കോസ് അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ കമ്പനിക്ക് കുറച്ച് ഇത് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ നല്ലോണം ഗൂഗിളിലൊക്കെ ലൈക്ക് യൂണിൻ്റെ റിവ്യൂ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം ലൈക്ക് നമ്മുടെ അക്കാഡമിക് കൗൺസിലർ അവർ പറയും ലൈക്ക് ഓക്കെ ഇത് നല്ല യൂണിയാണ്, ഈ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് അവർ പറയുന്നതല്ല നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു മൈൻഡിൽ ഉണ്ടാവണം. നിങ്ങളുടെ ലൈഫും ഫ്യൂച്ചറും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് വലിയൊരു ഘടകമാണ് കേട്ടോ. കാരണം എൻ്റെ അവിടെ ഞെട്ടുന്ന ഘടകം എന്നുള്ള വാക്ക് കേട്ടിട്ട്, ലൈക്ക് ഞാൻ വന്ന ഏജൻസി അവര് എനിക്ക് എന്തായാലും അങ്ങനെ അത് വലിയൊരു ഏജൻസി തന്നെയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെക്കൻഡ് ഏജൻസി ആയിരുന്നു. അപ്പം അവരോട് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. അവരെന്നെ കൂടുതൽ ഇങ്ങോട്ട് എപ്പോഴും വിളിച്ചും പറിച്ചിലും ഒന്നും ശല്യമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ആദ്യം 2 years ആയിട്ട് ഞാൻ അവരുടെ പുറകെ ഉണ്ട്. എന്നിരുന്നാലും അവരെനിക്ക് കുറേ കോഴ്സ് തന്നു. ആ കോഴ്സ് എനിക്ക് ഫീസ് കൊണ്ടും പിന്നെ എനിക്ക് എത്ര ബെനിഫിറ്റ് ആയിട്ടും തോന്നിയില്ല. ഞാൻ പിന്നെ അവരോടൊരു കോഴ്സ് പറഞ്ഞു. ഈവൻ ഞാൻ തന്നെയാണ് അവരോട് എൻ്റെ കോളേജും സെലക്ട് ചെയ്ത് പറഞ്ഞത്. അവർ പറയുന്ന അതേപടി ഞാൻ എന്തായാലും എടുത്തില്ല. അപ്പം പിന്നെ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അക്കോമഡേഷൻ വേണേൽ പറഞ്ഞു തരാം ഇന്നടത്തുണ്ട്, അല്ലാതെ അവരെനിക്ക് അതും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ നല്ല അതൊക്കെ അവരെ പറ്റി ഞാൻ ഡീസന്റ് പറഞ്ഞു. ഞാൻ അവരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചില്ല. അവരും എനിക്കൊന്നും പ്രോപ്പർ ചെയ്യുമെന്നും തന്നിട്ടില്ല. അവരും പാർട്ട് ടൈമിന്റെ ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ജസ്റ്റ് ഇവരെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്, അത് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്തു. അന്ന് ഇവൾ അങ്ങനെയല്ല വന്നത്. അതാണ് ഞാൻ അടുത്തിരിക്കുന്നയാളെ പറയുന്നത്. ലൈക്ക് എന്റെ ഏജൻസി, ഞാൻ ഏജൻസി ഏതാന്ന് പറയുന്നില്ല ബിക്കോസ് ശരിയാവത്തില്ല. ബട്ട് എന്താ പറയാ, ഫേമസ് ഏജൻസീസ് റൈറ്റ് നൗ ഭയങ്കര ഫേമസ് ആണ്. ബട്ട് 100% ഞാൻ അവരുടെ പ്രോസസ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ലൈക്ക് ഒറ്റൊരു കാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓടി നടക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എല്ലാം പക്ക കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ എത്തിയിട്ട് ജോബിൻ്റെയും അക്കോമഡേഷൻ്റെയും കാര്യത്തിൽ മാത്രമേ നമുക്ക് കുറച്ച് പ്രശ്നം മാത്രം വന്നിട്ടുള്ളൂ. അത് പിന്നെ നമ്മൾ സോർട്ട് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ഒരു ഏജൻസിയും ജോലി ശരിയാക്കി തരും. ലൈക്ക് അവർ ശരിയാക്കി കൊടുത്തവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല, അവർ സെറ്റാക്കി കൊടുത്തവരുണ്ട്. ബട്ട് ചില കേസിൽ വർക്കൗട്ട് ആയില്ല, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഒരു പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ കാര്യവും ഭയങ്കര പക്ക പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ അക്കാഡമിക് കൗൺസിലായാലും എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. ബിക്കോസ് ഏത് ഒരു ഇഷ്യൂസിലായാലും നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തിട്ട് ഇത് വർക്കൗട്ട് ആയില്ല, സോ വി നീഡ് അനദർ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അതൊക്കെ ഭയങ്കര പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര ഫാസ്റ്റും ആയിരുന്നു. എനിക്കൊന്ന് വിത്തിൻ ഒരു 1.5 മാസം കൊണ്ടായിരുന്നു എല്ലാം സെറ്റായത്. സോ അതൊക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു. ബട്ട് ഈ ജോബിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത്. കാരണം വന്നിട്ട് ആ വീക്കിൽ തന്നെ പാർട്ട് ടൈം സെറ്റാക്കി തരുമെന്നാണ് പറഞ്ഞത്. സോ വന്നിട്ട് ഞാൻ ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞു ഗൈസ്. ജോലി ഇത്രയായിട്ടും സെറ്റായിട്ടില്ല. നമ്മൾ തന്നെ ഇൻഡീഡിലും ജോബ് ടുഡേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ആപ്സിലും അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ തന്നെയാണ് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടും മീൻസ് പിന്നീട് ലാസ്റ്റൊക്കെയാണ് അൺസക്സസ്ഫുൾ എന്നെങ്കിലും നമുക്ക് മെസ്സേജൊക്കെ വരാൻ തുടങ്ങിയത്. ബട്ട് ഇൻ്റർവ്യൂ കോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെന്താ, കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടാണ്ട് വേറെ വഴിയില്ല. ട്രൈ ചെയ്യാം, നമ്മളിവിടെ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്യണം. പിന്നെ അതിപ്പോ എവിടെയാണെങ്കിലും നമ്മൾ ചെന്ന ഉടനെ അങ്ങ് ജോലിയൊന്നും കിട്ടുന്നൊന്നും എടുത്തു വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല, ഇങ്ങനൊക്കെ തന്നെ കഷ്ടപ്പാടൊക്കെയാണ് ഗൈസ്. പണ്ടെന്നാ പിന്നെയും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത. ഇപ്പൊ ഇവിടെ ഫുൾ ടൈമേഴ്സിന് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴെല്ലാം പറയുന്നത് വേണ്ടത്, പാർട്ട് ടൈമിനെ വേണ്ട. പിന്നെ ഇൻഡീഡിലൊക്കെ ഞാൻ ഒരു ദിവസം ഡെയിലി വെച്ച് അയക്കുവോ. ഞാനൊരു more than 500 ആപ്ലിക്കേഷൻസ് ഇൻഡീഡില്, പിന്നെ അത് പോരാഞ്ഞിട്ട് ഓരോരുത്തരുടെ കരിയർ സൈറ്റിൽ പോയി അല്ലാതെ അപ്ലൈ ചെയ്തു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ലിങ്ക്ഡിന്, ഇവിടെ കുറെ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻലി നമുക്കൊന്നും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി തപ്പിയിട്ട് ഇപ്പൊ ചില ഷോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ അവരിങ്ങനെ ഹയറിംഗിന്റെ പോസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം.
പിന്നെ ബ്രാൻഡിന്റെ കുറെ ഇപ്പൊ ലൈക്ക് സ്കെച്ചേഴ്സ്, അഡിഡാസ്, അവരുടെയൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യുക, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ. യെസ്, ഹൗ ടു ചൂസ് അക്കോമഡേഷൻസ് പെർഫെക്റ്റ്ലി. സോ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ വരിക, ഏത് അക്കോമഡേഷനിലാണോ നമ്മൾ ഇരിക്കുക, ഒരുമാതിരി കംഫർട്ട് ആണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യുക. കൂടുതൽ ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ വീട്ടിൽ 5 മുറി ഉണ്ടല്ലേ, എന്റെ വീട്ടിൽ 4 ബാത്റൂം ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നവർ, അതായത് റോക്കിയുടെ വീട്ടിൽ റോക്കി മനുഷ്യനാണെന്ന് പറഞ്ഞു വന്നവർ, അതെല്ലാം മാറും. നാട്ടിൽ നിന്ന് നമ്മള് ഡബിൾ കോട്ട് അല്ലെ കിങ് സൈസ് ബെഡിൽ കിടന്നവരായിരിക്കും. വെറും ഒരു കുഞ്ഞു കട്ടിലിന്റെ പാതി കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ കഴിയുന്നത്. കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. പിന്നെ അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോൾ ചതിയിൽപ്പെടാതിരിക്കും, അതായത് ആരെയും ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കും. അതാണ് മെയിൻ കാര്യം. ലൈക്ക് അക്കോമഡേഷൻ അല്ല, എന്ത് കാര്യത്തിലും ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. എനിക്ക് അതാ പറയാനുള്ളൂ. എന്ത് കാര്യത്തിലായിരിക്കും ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും. ചിലപ്പോ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പം നമ്മള് കണ്ട ഫോട്ടോയോ വീഡിയോയോ ഉള്ള വീടായിരിക്കത്തില്ല നമ്മൾ വന്നു കഴിയുമ്പോ. അതിന്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ് ഞാൻ. ബിക്കോസ് എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോ അവരയച്ചെന്ന വീഡിയോയും ആ വീഡിയോയിൽ കണ്ട് ഞങ്ങളുടെ റൂമും ലൈക്ക് ബോത്ത് വാസ് ഡിഫറെന്റ്, പക്ക ഡിഫറെന്റ് ആയിരുന്നു ഗൈസ്. പിന്നെ പറയുന്ന പോലെ ഈ ഇന്നർ ലണ്ടനിലെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഔട്ടർ ലണ്ടനിലൊക്കെയാണ് പെർഫെക്റ്റ് ഒരു വീടായിട്ട് തന്നെയൊക്കെ കിട്ടും. ഇവിടെ ഇപ്പൊ ലൈക്ക് ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീട്, ഒരു നമുക്ക് എന്താ പറയാ, ഒരു ഹോംലി വൈബ് ആയിരിക്കില്ല. അതെ, ബാൽക്കൺ അല്ല ലിവിങ് ഏരിയ ഒന്നും അങ്ങനെ കാണത്തില്ല. കാരണം ലണ്ടനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതേസമയം ഇപ്പൊ എന്റെ അവിടുത്തെ ഔട്ടർ ലണ്ടനിൽ വരുമ്പോൾ ഹാറ്റ്ഫീൽഡ് അല്ലെ ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ നിങ്ങൾ പ്രോബബ്ലി കേട്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി മലയാളീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെ തന്നെ കാണും, ലിവിങ് ഏരിയ ഒക്കെ കാണും. പിന്നെ അവിടുത്തെ ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. വേറാസ് ഒരു ഹോംലി വൈബ് ഉണ്ട്. അതേസമയം ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി എല്ലായിടത്തും ഒരു ഫ്ലാറ്റ് ആണ്. ആ ഫ്ലാറ്റിൽ ഒരു മുറിയിൽ ഇപ്പൊ 2 പേരല്ലേ 3 പേരായിരിക്കാം, ചിലപ്പോൾ അതിലും കൂടുതലുള്ളടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 3 പേരൊക്കെ ആയിട്ടായിരിക്കാം. വളരെ കൺജസ്റ്റഡ് ആയിരിക്കും, പറയുന്ന അത്രയും സ്പേഷ്യസ് ആയിരിക്കത്തില്ല. അല്ല, നിങ്ങൾക്ക് ഇനി സിംഗിൾ ആയിട്ട് നിക്കണെങ്കിൽ നിക്കാം. ലൈക്ക് ലണ്ടനിൽ ഒരാൾക്ക് നിക്കണെങ്കിൽ 800 പൗണ്ടാണ് മാക്സിമം വരുന്നത്. 800 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 80,000 ചിലപ്പോൾ പ്ലസ് കൂടും. ഇപ്പൊ ഡേ ബൈ ഡേ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറന്റ്ലി 1 പൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ 112 രൂപയാണ്. സോ അത് മെയിൻലി കൂടിക്കൊണ്ടിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ ഡേ ബൈ ഡേ. അല്ല, അപ്പം അങ്ങനെയൊക്കെ അക്കോമഡേഷൻ, അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ കുട്ടികൾ നമ്മൾ തയ്യാറായിട്ട് വരും. ഞാൻ വന്നിട്ട് ഒരു 2 വീക്സോളം ഞാൻ എടുത്തു. അപ്പം ഞാനത് എൻ്റെ നേരത്തെ വന്നത് നന്നായി എന്ന് കരുതി. കാരണം 2 ആഴ്ച എടുത്തു ഞാനൊന്ന് ആ ഒരു അക്കോമഡേഷൻ കണ്ടും എങ്ങനെ കഴിയുമെന്ന് കണ്ടും സെറ്റ് ആവാൻ. അത് 2 ആഴ്ച എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആളുകളോട് പിന്നെയും മിങ്കിൾ ചെയ്യാൻ ഞാൻ പിന്നെയും വീണ്ടും എടുത്തു 2 ആഴ്ച. അത്രയും ടൈം എടുത്തു. കാരണം ഞാൻ എന്തുകൊണ്ട് അത്രയും എടുത്തതെന്ന് വെച്ചാൽ നാട്ടിലെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, വീടിന് വെളിയിൽ അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഫുൾ ഹോംലി ഫീൽ അല്ലെ, ഒരു കോളേജ് ഡേ സ്കോളർ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഹോസ്റ്റലിലൊക്കെ താമസിച്ചവർക്കാവുമ്പോൾ അത് അത്രയും കുഴപ്പമില്ല. ഞാനൊക്കെ ഹോസ്റ്റലായി നിന്നിട്ടില്ല, ബട്ട് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു വൈബ് അല്ല കേട്ടോ. ഹോസ്റ്റലിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ബോത്ത് വൈബ്. അപ്പോ പെട്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോ ഇത്രയൊക്കെ പറയാൻ കിട്ടിയുള്ളൂ. ഇനി ഞങ്ങൾ കാര്യമായിട്ട് പറയാൻ വരും. അതൊക്കെ നമ്മൾ ഇനി ടൈം എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ മെയിൻലി സംബന്ധിച്ചിട്ട് UK വന്ന എല്ലാ കുട്ടികളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, റീൽസ് ഇടുന്നു. ജസ്റ്റ് ഇങ്ങനെ വെറുതെ റാൻഡംലി ആക്ച്വലി നമ്മൾ റാൻഡം പെട്ടെന്ന് ഫോൺ എടുത്തു. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് കരുതി. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്ന്. ഞങ്ങളല്ല, ഇവൾ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ എന്തായാലും ഇവിടെ കയറി ഒരുങ്ങിയില്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇട്ടാൽ നിങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക. ജീന ചേച്ചിക്കും ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതൊന്നും പറയണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അവിടെ കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അറിയാനോ എന്തെങ്കിലും ഡൗട്ടോ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ യൂണിയനെ പറ്റി എന്തെങ്കിലും അറിയാൻ, ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ഇട്ടോ, നമ്മൾ അതിന് റിപ്ലൈ തരും കേട്ടോ. ലൈക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് അല്ല എന്തൊന്നും വരത്തില്ല, കുഴപ്പമില്ല. കാരണം ഞാനും നാട്ടിൽ നിന്ന് വരാൻ നേരത്ത്
ഭയങ്കരമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തായിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ വന്നിട്ട് ആപ്ലിക്കബിൾ ആയില്ല ചിലതൊക്കെ, എങ്കിലും കുറെയൊക്കെ നാട്ടിൽ നിന്ന് ഒത്തിരി പേരുടെ യൂട്യൂബ് ചാനൽ കണ്ടാണ് കേട്ടോ ഞാൻ ബിക്കോസ് അറിയാൻ പറ്റും. എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഒരു കൺട്രിയിലേക്കൊക്കെ പോകുമ്പോൾ യൂട്യൂബ് വീഡിയോസ് തന്നെ മോസ്റ്റ്ലി നോക്കാറ്. ഇപ്പൊ ലൈക്ക് ഓഫ്കോഴ്സ് ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു 10-15 പ്രാവശ്യങ്ങളിൽ ഞാൻ എന്റെ യൂണിയന്റെ ഭംഗി കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഒന്നും ഞാൻ കാര്യമായിട്ട് നോക്കിയില്ല. യൂണി ഈസ് റിയലി ഗുഡ്. മൂസിന്റെ ഒക്കെ വീഡിയോ കണ്ടാണ് ഞാൻ പാക്കിങ്ങിലോ അവരെ സ്പെസിഫൈ ചെയ്ത് പറയണം പാക്കിങ്ങിലോട്ടൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ എന്റെ മെഡിക്കൽ എടുക്കാൻ പോയപ്പോഴും അവരുടെ ഒക്കെ വീഡിയോ ആയതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ. അതേപോലെ നമുക്ക് UK-ലേക്ക് എന്താ മെയിൻ ആയിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങള് എല്ലാം നമ്മളിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിയതും പാക്കിങ് ചെയ്തതും ഒക്കെ. അതുകൊണ്ടാണ് ഇത് കിടന്നാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവും. പിന്നെ സോ നമ്മൾ ഇനിയും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ചോദിക്കാൻ ഞാൻ ഓഫ്കോഴ്സ് റിപ്ലൈ തരും ഗൈസ്. എന്തായാലും റിപ്ലൈ തരുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.